ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാര് വഴിത്തലക്കൽ നിന്ന് പ്രസംഗിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ പരിഹാസം ഏൽക്കുന്നു. കാരണം എന്താണ്? നിങ്ങളുടെ അച്ഛന്മാരോ തിരിവരിമാരോ ഇങ്ങനെ സുവിശേഷം പറയുന്നില്ല. അവരുടെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ഞങ്ങൾ പരിഹാസികളായിട്ട് ലജ്ജാപാത്രങ്ങളായിട്ട് നിൽക്കുമ്പോൾ, പൗലോസിന്റെ കാലത്ത് അവനെന്താണ്? അവനൊരു പരീശനായിരുന്നു, പരീശന്റെ മകനായിരുന്നു, അവൻ യഹൂദനായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് ആ സമയത്ത് എല്ലാവരും അവനെ വണങ്ങിയിരുന്നു. നിങ്ങളുടെ പള്ളിയിൽ ഒരു പുരോഹിതൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വണങ്ങുന്നത് പോലെ അവനെ വണങ്ങിയിരുന്നു. എന്നാൽ അവനെ തള്ളിക്കളഞ്ഞു, മതഭക്തി തള്ളിക്കളഞ്ഞ്, യഹൂദ പൗരോഹിത്യങ്ങളും മതഭക്തികളും തള്ളിക്കളഞ്ഞ് അവൻ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനെ എല്ലാവരും കല്ലെറിയാൻ തുടങ്ങി, അവനെ തുപ്പാൻ തുടങ്ങി, അവനെ പരിഹസിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും അത് മാത്രമേ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ പൗലോസിന്റെ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അവൻ മരിക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് ഈ സാക്ഷ്യം പറയാൻ പൗലോസിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പലരും മരിച്ചതിന് ശേഷം പുരോഹിതന്മാരുടെ ധൂപപ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ എന്താണ്? പോഷത്വമത്രേ പ്രവർത്തിക്കുന്നത്.